2 ഏക്കറിൽ അവക്കാഡോ നട്ടേക്കാണേ. അപ്പോൾ ഇത് ചെയ്തേക്കുന്നത് GM ഗ്രൂപ്പാണ്. ഇവിടെ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നട്ടേക്കുന്ന മെത്തേഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. തറയിൽ നിന്നും ഏകദേശം ഒരു 2 അടിയോളം മണ്ണ് ഉയർത്തി ഇതിനകത്ത് അടിവളങ്ങളും ചേർത്തതിന് ശേഷമാണ് തൈ നട്ടേക്കുന്നത്. നമുക്ക് 2 രീതിയിൽ അവക്കാഡോ തൈ നടാനായിട്ട് പറ്റും. ചരിഞ്ഞ പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ശരിയാവത്തില്ല. മണ്ണൊലിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ മണ്ണുകൾ ഒലിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിരപ്പുള്ള പ്രദേശങ്ങളിൽ നമുക്ക് മണ്ണ് കൂന കൂട്ടിയിട്ട് ഇതിനകത്ത് വളം കൊടുത്ത് തൈ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നടാനായിട്ട് പറ്റും. ഇതിനകത്ത് നിന്ന് റൂട്ടുകൾ വളരെ വേഗം ഇതിനകത്തോട്ട് സ്പ്രെഡ് ആകുകയും ഇതിന് വളർച്ച വളരെ വേഗത്തിലായിരിക്കും അവക്കാഡോയുടെ വളർച്ച ഉണ്ടാകുന്നത്. ഈ ഒരു തോട്ടത്തിൽ മയിലിൻ്റെ അതേപോലെ തന്നെ കുറുക്കൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് GM ഗ്രൂപ്പിൻ്റെ MD ആണ് നമ്മളിത് പറഞ്ഞു തരും. അവരെ ഈ ഒരു തോട്ടം ചെയ്തേക്കുന്നത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തൈകളും നട്ടേക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. തറയിൽ നിന്നും ഏകദേശം ഒരു 2 അടിയോളം മണ്ണ് ഉയർത്തി അതിൻ്റെ നടുവിലായിട്ടാണ് തൈ നട്ടേക്കുന്നത്. ആദ്യത്തെ ഒരു ചെറിയൊരു സ്റ്റേജിൽ മാത്രമേ ഇത് വെക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് എടുത്തേ പറ്റത്തുള്ളൂ. കുറുക്കൻ്റെ ശല്യം കൂടുതലായതുകൊണ്ട് നമ്മളിത് അഥവാ എല്ലുപൊടിയും വേപ്പ പിണ്ണാക്കും കിട്ടുക നടന്നത്. അപ്പോൾ എല്ലുപൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് കുറുക്കൻ്റെ ശല്യം കൂടുതലാണ്. അതുമാത്രമല്ല മയിലിൻ്റെ ശല്യമുണ്ട്. മയിലിൻ്റെ ശല്യം കൂടെ ഉള്ളത് കൊണ്ട് നമ്മളിത് കവർ ചെയ്ത് വെക്കുന്നത്. കാരണം ഒരു പരുവം വരെ നമ്മളിതൊന്ന് കെയർ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഷെയ്ഡ് നെറ്റ് യൂസ് ചെയ്തിരുന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിന് പകരം ഷെയ്ഡ് നെറ്റ് ആയിരുന്നു. ഷെയ്ഡ് നെറ്റ് കുറുക്കൻ വന്ന് കടിച്ച് കുറച്ച് കളയുകയാണ്. ഇതിന് ചുറ്റും ഫെൻസിങ് അടിച്ചിട്ടുണ്ട്. 4 ഏക്കർ പ്രോപ്പർട്ടി ചെയ്ത് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറുക്കൻ്റെ ശല്യം അതിൻ്റെ മുകളിൽ കൂടെ കയറി വരുമല്ലേ? അത് ചാടും. അത് ഏതുവഴിയെങ്കിലും ഹോളിട്ട് അതുവഴി കയറി വന്ന് ഭയങ്കര ശല്യമാണ്. എല്ലുപൊടി ഇട്ടേക്കുന്നതുകൊണ്ടാണ് അത് കൂടുതലും ശല്യം ചെയ്യുന്നത്. മയിലാണെങ്കിൽ ഈ പച്ചല കാണുമ്പോഴെല്ലാം വന്ന് മയിൽ വന്ന് കൊത്തി ഇതെല്ലാം നശിപ്പിക്കും. അങ്ങനെ 2-3 മൂട് നശിപ്പിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ കവർ ചെയ്ത് കുഴപ്പമില്ല. ഇപ്പം ഓക്കെ ആയി. ഇപ്പോൾ വരെ ശല്യങ്ങളൊന്നും